الله وبركاته. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസ്കൃതം അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. മഹത്തായ ഈ സദസ്സിൽ ഒത്തൊരുമിച്ചതുപോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒന്നിച്ചിരിക്കാനും നല്ല ഈ ദിവസത്തെ ഓർക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഈ പരിപാടി നടക്കുന്നത്. തലക്കുമീതെ ഉരുണ്ടുകൂടുന്ന കാർമേഘം മാത്രമല്ല, നമുക്ക് മുന്നിൽ നമ്മുടെ നിയമപാലകർ തന്നിട്ടുള്ള സമയത്തിന്റെ പരിമിതി. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ചോദ്യം ചോദിച്ചതോടുകൂടി തന്നെ നമ്മുടെ ബാധ്യത കഴിഞ്ഞു. ആ ചോദ്യം ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ഖുർആൻ ചോദിച്ച ചോദ്യമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോലെ അല്ലാഹുവിന്റെ ദാസന് അല്ലാഹു മതിയായവനല്ലേ എന്ന ഒരു ചോദ്യം ഈ ഭൂമിക്കാലത്തും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ തന്നെ അല്ലാഹുവിന്റെ പേരിൽ നാം നിർവഹിക്കേണ്ട തൗഹീദിന്റെ ഒരു ഭാഗം നിർവഹിക്കപ്പെട്ടു. ആ ചോദ്യം കേൾക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷി ആ മനുഷ്യനോട് തൗഹീദ് പറയും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ എന്ന ചോദ്യം വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷി അയാളോട് തൗഹീദ് പറയും. അതിന് വലിയ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെയോ സുദീർഘമായ ഒരു വിശദീകരണത്തിന്റെയോ ആവശ്യമില്ല. ജീവിതത്തിന്റെ ഒരുപാട് അവസ്ഥകളിൽ മനുഷ്യന്റെ മനസ്സാക്ഷി അവനോട് തന്നെ പറഞ്ഞു തന്ന തൗഹീദ്. അല്ലാഹുവിന്റെ ദാസനല്ല പോലെ അല്ലാഹു മതിയായവനല്ലേ എന്ന ചോദ്യത്തിന് ഏതൊരു മനുഷ്യന്റെയും മനസ്സ് നൽകുന്ന ഉത്തരം ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്നതാണ്. എനിക്കല്ലാഹു മതിയായവനാണ് എന്നതാണ്. എനിക്കല്ല പോരാ എന്ന് പറയാൻ ലോകത്തോട് ശ്രമിക്കാൻ സാധ്യമല്ല. നിരവധി അല്ലാഹു മതിയായവനാണ് എന്ന് ഏതൊരു മനുഷ്യന്റെ മനസ്സും അവനോട് സംസാരിക്കാൻ സമ്മതിക്കും. പക്ഷേ
ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. എനിക്കെന്റെ റബ്ബ് മതി, എന്റെ രക്ഷിതാവ് മതി എന്ന ലോകത്ത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ പ്രവാചക പുങ്കവന്മാരും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കമുള്ള നമ്മുടെ നേതാക്കൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന ആ നിലപാടിന്റെ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ ലോകത്ത് ധാരാളമുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ, ഒരു കഷ്ടതയിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദുരിതവേളയിൽ ആ ഏകനായ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് പരശക്തികളെ പ്രാപിക്കുന്ന നിരവധി ആളുകളുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഏക ഇലാഹിനെ വിസ്മരിച്ചു പോകുന്ന, മറന്നുപോകുന്ന ആളുകളുണ്ട്. ആ സമൂഹത്തിനിടയിലേക്ക് ഏതു കാലഘട്ടത്തിലും തൗഹീദിന്റെ വിശുദ്ധമായ ഈ ആശയം ഓർമ്മിപ്പിക്കാൻ ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഏതൊരു കാലഘട്ടത്തിലും പ്രസക്തമായ, ഏതൊരു സമൂഹത്തിലും പ്രസക്തമായ, ലോകത്തെ ഏറ്റവും അചഞ്ചലമായ, അജയ്യമായ ഒരു ആദർശമുണ്ടെങ്കിൽ അത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ലോക സമൂഹം എന്നും കേട്ട ഒരു ആദർശം മനുഷ്യോത്പത്തി മുതൽ. നമുക്കറിയാം, മനുഷ്യർ പുരോഗമിക്കുന്നതിന് മുമ്പ് മനുഷ്യർ അവരുടെ ഭൗതിക സാഹചര്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് ചില പുരാതനമായ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ മുതൽ അധുനാധുനികതയുടെ സർവ്വ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ജീവിക്കുന്ന ആധുനിക സമൂഹം വരെയുള്ള സർവ്വസമൂഹത്തിനിടയിലും പ്രസക്തമായ ഒരു ആദർശമുണ്ടെങ്കിൽ അത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഞാൻ ചെറുപ്പകാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ച സയൻസിന്റെ പാഠപുസ്തകം ഇന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ എക്സാം എഴുതുവാൻ വേണ്ടി കാണാതെ പഠിച്ച പല തിയറികളും ഇന്ന് പാഠപുസ്തകത്തിൽ നിന്ന് നീക്കപ്പെട്ടുപോയി. ഇന്നതില്ല. ഇന്ന് പഠിക്കുന്ന കുട്ടിയുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഇന്ന് കലാലയത്തിൽ പോയി വിദ്യാഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ പോയി ഞാനെന്ന് പഠിച്ച സയൻസിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞാൽ ആ കുട്ടി എന്നോട് പരിഹാസത്തോടെ സംസാരിക്കുന്നു. അപ്ഡേഷൻ ഇല്ല, തീരെ പുരോഗതിയില്ല, അപ്ഡേഷൻ ഉണ്ടായിട്ടില്ല എന്ന്. ആ കാലമൊക്കെ മാറിപ്പോയി എന്ന് ആ വിദ്യാർത്ഥി നമ്മളോട് പറയും. കാരണം എന്താണ്? മനുഷ്യൻ ഭൗതികമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവന്റെ പഠനം നടത്തുമ്പോൾ അവൻ അറിഞ്ഞത് പലതും, അവന്റെ വിജ്ഞാനം പലതും അപ്രസക്തമാണ് എന്ന് അവൻ മനസ്സിലാക്കുകയും പുതിയ വിജ്ഞാനം അവൻ നേടിയെടുക്കുകയും അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോ ലോകത്ത് ഏതൊരു സമൂഹത്തിനും പ്രസക്തമായ ഒരു ആദർശം, അത് വനാന്തരങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും നഗരങ്ങളിൽ വസിക്കുന്നവരാണെങ്കിലും പരിഷ്കൃതനാണെങ്കിലും അപരിഷ്കൃതനാണെങ്കിലും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന ഒരു ആദർശം ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കൾ എല്ലാവരും സമൂഹത്തെ പഠിപ്പിച്ചു. ആ സന്ദേശമാണ് ഏക ഇലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന ആദർശം. ഇത് അംഗീകരിക്കുന്നതോടെ ലോക സമൂഹം ഐക്യത്തിന്റെ മാനവികതയുടെ ഒരു ചരടിൽ കോർക്കപ്പെടുകയാണ്. എല്ലാ മനുഷ്യർക്കും ഒരു പൊരുൾ ബന്ധമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ മാനവികത എന്തെങ്കിലും ബന്ധമുള്ള നല്ല ഖുർആൻ പറഞ്ഞു. നേരെ മറിച്ച് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ, ലോകത്തുള്ള സർവ്വ മനുഷ്യരും ആ മനുഷ്യരും ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു പൊക്കിൽ കൊലി ബന്ധമുണ്ട്. ആരാകട്ടെ, ബൗദ്ധനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാകട്ടെ, പാഴ്സിയാകട്ടെ, പാശ്ചാത്യനാകട്ടെ, ആഫ്രിക്കനാകട്ടെ, കേരളീയനാകട്ടെ, കർണാടകക്കാരനാകട്ടെ, അറബിയാകട്ടെ, അനറബിയാകട്ടെ, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ഒരു പൊക്കിൽ കൊലി ബന്ധമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഈ ഭൂമിയായുള്ള തറവാട്ടിൽ ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളായി ജനിച്ചു വന്ന ഏക സമൂഹമാണ് നമ്മളെല്ലാവരും മനുഷ്യർ. പക്ഷേ
നമുക്കിടയിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുണ്ടായി, ദർശനങ്ങളുണ്ടായി. ഞാനും നിങ്ങളുമൊക്കെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു, വേർതിരിക്കപ്പെട്ടു. നമുക്ക് നമ്മൾ അറിയാത്ത മതിൽക്കെട്ടുകളും അതുപോലെ തന്നെ വേലിക്കെട്ടുകളും ഒക്കെ ഉണ്ടായി. ഇങ്ങനെ ഭിന്നിച്ചുപോയ ഇഖ്തിലാഫിലായ അഭിപ്രായ വ്യത്യാസത്തിലായ സമൂഹത്തിന് ഒന്നിക്കുവാനും ഏകോപിക്കുവാനും കഴിയുന്ന ഒരു ആദർശം ലോകത്തിന്റെ മുന്നിൽ മാനവ സമൂഹത്തിന്റെ നേതാക്കളായി കടന്നു വന്ന അമ്പിയാക്കൾ, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ വരച്ചു. ആത്യന്തികമായി ഈ ലോകത്ത് ജീവിക്കുന്ന സർവ്വ മനുഷ്യരും ഐക്യപ്പെടുന്ന ഒരു മേഖലയുണ്ട്. എല്ലാവരും അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുന്നത്. അതെന്താ? നമ്മളെല്ലാവരും മരിക്കും എന്നതാണ്. നാലാൾ കൂടിയാൽ 40 അഭിപ്രായം കേൾക്കുന്ന ഈ മണ്ണിൽ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറയുന്ന യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാവരും മരിക്കും. ഇന്നലെ എനിക്കുണ്ടായിരുന്നു, ആ ഇന്നലെയിൽ ഞാനൊരു ബാലനായിരുന്നു. ഇന്നലെ എനിക്കുണ്ടായിരുന്നു, ആ ഇന്നലെയിൽ ഞാൻ കൗമാരക്കാരനായിരുന്നു. ആ ഇന്നലെയിലെ ബാല്യവും കൗമാരവും ശൈശവവും ഒക്കെ കടന്ന് ഇന്നൊരു യുവാവായി ഞാൻ മാറി. ഞാൻ മുന്നോട്ട് ഗമിക്കുമ്പോൾ, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നാളെ പ്രായം ചെന്ന, തല നരച്ചുപോയ, താടി നരച്ചുപോയ, അതുപോലെ തന്നെ തൊലികൾ ചുക്കിച്ചുളുങ്ങി പോയ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു പോയ കിഴവനായി അല്ലാഹു എനിക്ക് ആയുസ്സ് നീട്ടിയിട്ടാൽ ഞാൻ മാറിപ്പോകും. അങ്ങനെ അനുസൂതം ഒരു യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കുറയുണ്ട്, എന്റെ ജീവിത യാത്രക്കുറയുണ്ട്, അത് മരണമാണ്. ആ ജീവിതയാത്രയുടെ അവസാനമാണ് മരണം. അതോടെ എന്റെ യാത്ര അവസാനിച്ചു, യാത്ര നിലച്ചു. എന്റെ മുന്നിൽ മതി, ആ ബോട്ട് കണ്ടു, ഞാൻ പിന്നെ മുന്നോട്ട് പോകുന്നില്ല. നമ്മളെല്ലാവരും ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോ, ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ആ ബുദ്ധിയിൽ ഘടിപ്പിച്ച ഘടികാരം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നാം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ വാച്ച്, ആ വാച്ചിന്റെ സൂചി മുന ഓരോന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ സൂചി നമ്മുടെ ആയുസ്സിനെ വെട്ടി മുറുക്കി നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലയ്ക്ക് നാം മുന്നോട്ട് പോകുമ്പോ ജീവിതത്തിന്റെ ഈ മാർഗത്തിൽ വഴിയിൽ, ഈ ജീവിതയാത്രയിൽ ഒരു വേള ആ ജീവിതത്തെ നന്മയുടേതാക്കി, പുണ്യത്തിന്റേതാക്കി, സൽക്കർമ്മത്തിന്റേതാക്കി സ്വർഗത്തിലേക്ക് എത്താം. അതല്ല എങ്കിൽ അധർമ്മത്തിന്റെ, അനീതിയുടെ, തിന്മയുടെ വഴി സ്വീകരിച്ചുകൊണ്ട് ശാശ്വതമായ നരകത്തിൽ നമുക്ക് എത്താം. ഈ രണ്ടാലൊരു വഴി മനുഷ്യന്റെ മുന്നിൽ എപ്പോഴും തുറന്നിടപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവികതയെ വിളിച്ചുകൊണ്ട്, മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അലം നജഅൽ ലഹു അയ്നൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. രണ്ട് കണ്ണുകൾ നിൽക്കുന്നില്ലയോ? ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും രണ്ട് കണ്ണ്. വലിസാനൻ വശഫതൈൻ, സംസാരിക്കാനുള്ള നാവും ആ സംസാരം എളുപ്പമാക്കാനുള്ള രണ്ട് ചുണ്ടുകളും നിനക്ക് നാം തന്നില്ലയോ? വഹദൈനാഹു നജ്ദൈൻ, അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞത് രണ്ട് വഴികളും നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടില്ലയോ? രണ്ട് വഴി മനുഷ്യന്റെ മുന്നിൽ. ഏതാ രണ്ട് വഴി? ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി. അതുപോലെ തന്നെ സത്യത്തിന്റെ, അധർമ്മത്തിന്റെ, കൊള്ളരുതായ്മയുടെ, ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, ഖുറാഫാത്തിന്റെ ആ നരകത്തിലേക്കുള്ള വഴി. രണ്ടാമൊരു വഴി മനുഷ്യർക്ക് തുറക്കപ്പെട്ടിട്ടുണ്ട്. ആ യഥാർത്ഥ വഴി, സ്വർഗത്തിലേക്കുള്ള പാത, ആ പാത ഏത് എന്ന് നാം അറിയണം, മനസ്സിലാക്കണം. വളരെ കുറഞ്ഞ ആയുസ്സിൽ കൂടിപ്പോയാൽ 60, 62, 63, 64, 70 ഈ കാലഘട്ടം മാത്രം ഭൗതിക ലോകത്ത് ജീവിക്കാൻ ജനിക്കപ്പെട്ട എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഴി തെറ്റിപ്പോകാൻ പാടില്ല. നമ്മുടെ സഞ്ചാരയാത്ര, നമ്മുടെ സഞ്ചാരമാർഗം ഒരിക്കലും വേറെയായി പോകാൻ പാടില്ല, പിഴച്ചതായി പോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണണം. ആ സ്വർഗത്തിലേക്കുള്ള വഴി കാണാൻ എന്ത് മാർഗം? ആ സ്വർഗത്തിലേക്ക് പോയ ആളിൽ ആൾക്കാർ പോവുക, വളരെ എളുപ്പമാണ്. എനിക്കൊരു നാട്ടിലേക്കുള്ള വഴി അറിയില്ല എങ്കിൽ
ആ നാട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ വഴിയറിയുന്ന ഒരാള് എന്റെ മുന്നിൽ ബൈക്കും കൊണ്ടുവന്നിട്ട് പറയാണ്, എന്റെ പുറകിൽ വന്നാൽ മതി, ഞാൻ ആ നാട്ടിലേക്കുള്ള ആളാണ്, നിങ്ങൾ പുറകെ പോന്നോളൂ എന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിച്ചുകൊണ്ട് അയാൾ വിശ്വസനാണെങ്കിൽ അയാളുടെ പുറകിൽ പോയാൽ എനിക്ക് ആ നാട്ടിലെത്താം. എനിക്ക് വഴിയറിയില്ലെങ്കിൽ എളുപ്പമുള്ള വഴി അതാണ്. ഇതുപോലെ പടച്ചിറങ്ങും ജീവിതയാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ യാത്രയിൽ വഴിയറിയാതായി പോകേണ്ട വഴിയറിയുന്ന ആളെല്ലാം വിടുകയാണ്. ആ വഴിയറിയുന്ന ആളുകൾ ലോകത്ത് കടന്നു വന്നു, അവരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളെ ചൂണ്ടി എന്ന് പറഞ്ഞു, അവരെ നാം നേതാക്കളാക്കി. ആരെ? അമ്പിയാക്കളെ. ആരാതിന്റെ നേതാവ്? നേതാവിനെ കുറിച്ച് പറഞ്ഞപ്പോ ആരാണ് എന്റെ നേതാവ് എന്ന് ചോദിച്ചപ്പോ 1000 നേതാക്കന്മാർ നമ്മുടെ മുന്നിലേക്ക് വന്നു. നമ്മുടെ സംഘടനയുടെ നേതാക്കൾക്ക്, നമ്മുടെ പാർട്ടിയുടെ നേതാക്കൾക്ക്, അങ്ങനെ ഒരുപാട് നേതാക്കൾ നമ്മുടെ മുന്നിലേക്ക് വന്നു. ഇതൊന്നുമല്ല യഥാർത്ഥ നേതാവ്. നിരവധി അമ്പിയാക്കൾ, പ്രവാചകന്മാർ, അവരാണ് നിങ്ങളുടെ നേതാവ്. അവരെയാണ് നിങ്ങൾക്ക് നേതാവാക്കിയത്. അതുകൊണ്ട് അവരുടെ പിന്നാലെ പോവുക. ആ പ്രവാചകന്മാർ നടന്നതുപോലെ അവരുടെ പുറകെ പോവുക. അവർ സ്വർഗത്തിലെത്തിയവരാണ്, സംശയമല്ല. കാരണം ആ പ്രവാചകന്മാർ തങ്ങളുടെ ജീവിതത്തിന്റെ നിലപാടുകൾ സ്വീകരിച്ചത് ഭൂരിപക്ഷത്തെ നോക്കിയിട്ടല്ല, നാട്ടുമാമൂലുകൾ നോക്കിയിട്ടല്ല, നാട്ടാചാരങ്ങൾ നോക്കിയിട്ടല്ല, എത്ര വോട്ട് കിട്ടുമെന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. നേരെ മറിച്ച് ആ അമ്പിയാക്കൾ അവരുടെ ജീവിതത്തിൽ അവരുടെ നിലപാടുകളെ സ്വീകരിച്ചത് പടച്ചിറപ്പ് പറയാണ്, അവരുടെ ഇഷ്ടത്തിനല്ല. നേരെ മറിച്ച് ഹുദൂദ് ബി അംരിനാ, നമ്മുടെ നിർദ്ദേശപ്രകാരം, നമ്മുടെ കൽപ്പന പ്രകാരമാണ്. ആ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പ്രവാചകന്മാർ സ്വർഗ്ഗത്തിലെത്തിയെങ്കിൽ അവരുടെ പിന്നാലെ പോകാൻ വിധിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അവരുടെ പിന്നാലെ പോകുമ്പോ ലോകത്ത് കഴിഞ്ഞ അമ്പിയാക്കളുടെ സവിശേഷത മനസ്സിലാക്കണം. എന്താണ് അമ്പിയാക്കളുടെ പ്രത്യേകത? എന്തിനാണ് ലോകത്ത് മുസ്ലിങ്ങൾ കടന്നു വന്നത്? എന്തിനാണ് അമ്പിയാക്കൾ കടന്നു വന്നത്? ഏക ഇലാഹിലേക്ക് വിളിക്കാൻ. ലോകത്തെ പല ശക്തികളായി 1000 ശക്തികളിലേക്ക് മനസ്സ് കൊണ്ടുപോയ ആളുകൾ അവിടുന്ന് മനസ്സ് പറിച്ചിട്ട് ഏക ഇലാഹിലേക്ക് തിരിക്കുവാൻ വേണ്ടി, പടച്ചിറപ്പിലേക്ക് തിരിക്കുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെ പ്രവാചകൻ വന്നാലും ആ പ്രവാചകൻ ജനങ്ങളോട് സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. കാരണം അതില്ലാതെ ഒരിക്കലും മനുഷ്യന്റെ ജീവിതം ജീവിപ്പിക്കാൻ കഴിയില്ല. നമ്മളിവിടെ 1000 കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ തൗഹീദിന്റെ വിശുദ്ധിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ തൗഹീദ് കൊണ്ട് മാത്രമാണ് മനുഷ്യന്റെ ജീവിതം രക്ഷപ്പെടുക. ഇതൊക്കെ വളരെ ലളിതമായ സത്യമാണ്. ഒരുപാട് പ്രസംഗിക്കേണ്ട, ഒരുപാട് പറയേണ്ട കാര്യമില്ല. നേർക്കുനേരെ പറയാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോകം രക്ഷപ്പെടണമെങ്കിൽ ഈ ആദർശം കൊണ്ടേ സാധ്യമാകും. അതുകൊണ്ടാണ് ലോകത്ത് നാനാജാതി മതസ്ഥരോട്, നാനാ വിശ്വാസമുള്ള ആളുകളോട്, എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ സൃഷ്ടിച്ചവരെ നിങ്ങൾ ആരാധിക്കുക. അല്ല തർക്കമാണോ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ പേര് പറയുമ്പോ കലീമുല്ലാഹി എന്ന് പറയാൻ കാരണം എന്താ? അല്ലാഹുവുമായി സംസാരിച്ചു അദ്ദേഹം തൂർ സീനാ പർവ്വതത്തിൽ വെച്ച്. ആ തൂർ സീനാ പർവ്വതമെന്ന പരിശുദ്ധമായ ആ താഴ്വരയിൽ വെച്ചുകൊണ്ട് മഹാനായ മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചു. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, എന്ത്? ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, നീ പോകണമെന്നോട്ട് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക്. ഏത് ഫറോവ? ലോകത്തെ വിറപ്പിച്ച ഫറോവ, ഏകഛത്രാധിപതിയായ ഫറോവ. ആ ഫറോവ ജീവിച്ചിരുന്നു എന്നതിൽ ഇന്നും അടയാളങ്ങളാക്കിയ ആ ഈജിപ്തിന്റെ മണ്ണിൽ, ചരിത്രമുറങ്ങുന്ന, സംസ്കാരമുറങ്ങുന്ന ഈജിപ്തിന്റെ മണ്ണിൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആകാശവാസ ഉയർന്നു നിൽക്കുന്ന പിരമിഡുകൾ സ്ഥാപിച്ച് ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോയ ഫറോവ. ലോകത്ത് ഫറോവയുടെ ആജ്ഞാശക്തിയുടെ അടയാളപ്പെടുത്തലുകളായി ആ പിരമിഡുകൾ ഇന്നും ലോകം കാണുകയാണ്. കാരണം അതിനാധുനികമായ ട്രെയിനുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ, മല തുറക്കുന്ന മിഷനുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ, പർവ്വത ശിഖരങ്ങളിൽ കയറിയിട്ട് വലിയ പാറക്കല്ലുകൾ അടർത്തിയിട്ട് അതൊരുട്ടിക്കൊണ്ടുവന്നിട്ട് നൈൽ നദിയിലൂടെ അത് ഒഴുക്കിക്കൊണ്ടുവന്നിട്ട് ആകാശമോശം എന്ന് നിൽക്കുന്ന ആ പിരമിഡുകളുടെ ആ മുകൾ ഭാഗത്തേക്ക് തെൻകിഴക്കിന് ഭാരമുള്ള വലിയ കല്ലുകളെ വലിച്ചു കയറ്റിയത് അതിനകത്തിലെ ട്രെയിനായിരുന്നില്ല.
ക്രെയിൻ ഉപയോഗിച്ച മനുഷ്യർ ചുവന്നുകൊണ്ട് വെച്ചു. അതിന്റെ മുകളിൽ കല്ല്, ടൺകണക്കിന് ഭാരമുള്ള കല്ല് അടിമകളായി കഴിഞ്ഞിരുന്ന ജനതയെ കൊണ്ട് ഉരുട്ടി ഉരുട്ടി ഫറോവയ്ക്ക് എത്തിച്ചു എത്തുമ്പോളിൽ ആ പിരമിഡുകൾ ഫറോവ എന്ന ഏകചക്രാധിപതിയുടെ വിരൽത്തുമ്പിന്റെ അല്ലെങ്കിൽ അവന്റെ ആജ്ഞാശക്തിയുടെ അടയാളപ്പെടുത്തലായി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ ആ ഫറോവയുടെ രാജകൊട്ടാരത്തിലേക്ക് മൂസാ നീ കടന്നു ചെല്ലണം. എന്നിട്ട് അവനോട് റബ്ബിനെ കുറിച്ച് പറയണം, ഫറോവയോട് റബ്ബിനെ കുറിച്ച് പറയണം. എന്നിട്ടല്ല പറയാം. എന്തേ കാരണം? എന്തേ അങ്ങനെ പറയാൻ പറഞ്ഞത്? അവൻ അതിന് വിട്ടുപോയി. അതുകൊണ്ട് മാന്യമായി അവനോട് അവനെ സൃഷ്ടിച്ച റബ്ബ്, അവൻ ആരാധിക്കേണ്ട റബ്ബ്, അവന്റെ ഇലാഹായ ഈ പ്രപഞ്ചത്തിന്റെ നായകനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അത് മാന്യമായി പറഞ്ഞാൽ അവനോട് മാന്യമായി പറഞ്ഞു, ഒരു പക്ഷേ അവൻ നന്നായാലോ, അവൻ ആ ഭയം പടച്ചതിനെ കുറിച്ച് ഭയമുള്ള ദൈവഭക്തിയുള്ള ഒരുവനായാലോ, അള്ളാഹുവിനെ പേടിക്കുന്നവനായാലോ, അതുകൊണ്ട് പോയി പറയൂ മൂസാ എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോ മൂസാ നബിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം. കാരണം ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ സർവ്വവിധ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്. പക്ഷെ മൂസാ നബി പറഞ്ഞു ഒറ്റയ്ക്ക് പോകുന്നില്ല. അപ്പൊ എനിക്കൊരു ശക്തി ഒരാൾ വേണം, എന്റെ കൂടെ ഒരാളുകൾ ഉണ്ടായാൽ ഒന്നുകൂടി ഉഷാറാക്കാം, അല്ല എന്റെ സഹോദരത്തെ ഏർപ്പെടുത്തിത്ത. അതാണ് സംഘടന എന്ന് പറയുന്നത്, സംവിധാനം. ഒരാളെ കൂടെ ഒരാളെങ്കിൽ ഒരു ബലം കിട്ടാനാണ്, വേറൊന്നുമല്ല. ഇവിടെ ഒരു മത്സരമോ വോട്ട് ബാങ്കിങ്ങോ ഒന്നുമല്ല, ഒരു വോട്ടുണ്ടാക്കാനോ വോട്ട് ചോദിക്കാൻ വരാനൊന്നുമല്ല. ഒരാളെ കൂടെ ഒരാളോട് നിന്നാൽ ഒരു ബലം കിട്ടും. അതുകൊണ്ട് എന്റെ സഹോദരൻ ഹാറൂനെ കൂടെ നീയൊന്ന് എന്റെ സഹായത്തിന് വേണ്ടി എനിക്കൊരു പിൻബലമായി തന്നായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് നാഥൻ അനുവദിച്ചു. അവർ രണ്ടുപേരും ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നുകൊണ്ട് ഏക ഇലാഹ് റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് പറയുമ്പോ ഫറോവ ചോദിച്ചു, മൂസാ നീ എന്നെ സഹോദരനോട് വന്നിട്ട് റബ്ബിനെ കുറിച്ച് പറയുന്നുവല്ലോ, ആരാണ് നിങ്ങൾ റബ്ബ്? ഫറോവയുടെ ചോദ്യമാണ്, ഫറോവന്റെ ചോദ്യമാണ്, ആരാണ് നിങ്ങൾ റബ്ബ്? മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അതിനൊരു മറുപടി പറഞ്ഞു. എന്താണ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസാ നബിയുടെ മറുപടി റബ്ബുനല്ലദീ, എന്റെ റബ്ബെന്നല്ല. ചോദ്യം എന്താണ്? ഫമൻ റബ്ബുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ്? മൂസാ നബിയുടെ മറുപടി എങ്ങനെയാണ്? നിങ്ങൾ രണ്ടും റബ്ബെന്നല്ല, നേരെ മറിച്ച് റബ്ബുന ഫറോവ നിന്റെയും എന്റെയും ഈ നിൽക്കുന്ന ഹാറൂന്റെയും ഈ കൊട്ടാരത്തിലുള്ള ഈ ഇവിടെയുള്ള ഈ സൈന്യത്തിന്റെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും സേനാനായകന്മാരുടെയും ഉപദേശികളുടെയും ഒക്കെ രക്ഷിതാവായ റബ്ബ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. ഈ കാണുന്ന മരം, ഈ കാണുന്ന മരത്തെ സൃഷ്ടിച്ചവൻ ആരാ? ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഈ മരം സൃഷ്ടിച്ചത് മുഹീദ്ദീൻ ശൈഖാണെന്ന് പറയോ? മുഹമ്മദ് നബിയാണ് ഈ മരം സൃഷ്ടിച്ചതെന്ന് പറയോ? രാമനാണ് ഈ മരം സൃഷ്ടിച്ചതെന്ന് പറയോ? യേശുവാണ് ഈ മരം സൃഷ്ടിച്ചതെന്ന് പറയോ? കന്യാമറിയമാണ് ഈ മരം സൃഷ്ടിച്ചതെന്ന് പറയോ? പറയില്ല. എന്നാൽ ഈ മരത്തെ സൃഷ്ടിച്ചൊരുത്തരുണ്ട്. ആ മരത്തിൻ്റെതായ ഒരു ഹൽക്കുണ്ട്, സൃഷ്ടിപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മരത്തിൻ്റെതായ ആ ഒരു സൃഷ്ടിപ്പുള്ളത് കൊണ്ടാണ് ആ മരത്തിലേക്ക് നോക്കിയിട്ട് ഇന്ന മരമാണത് എന്ന് പറയാൻ കഴിയുന്നത്. ആ മരത്തിൻ്റെതായ സ്വഭാവങ്ങൾ ഉണ്ടാകും, സവിശേഷതകൾ ഉണ്ടാകും. മാവിൽ മാങ്ങയുണ്ടാകും, പ്ലാവിൽ ചക്കയുണ്ടാകും, കൗങ്ങിൽ അടക്കയുണ്ടാകും, തെങ്ങിൽ തേങ്ങയുണ്ടാകും. നിങ്ങൾ അയച്ചു നോക്കൂ. നമ്മൾ മാങ്ങയ്ക്ക് വേണ്ടി മാവ് വെച്ചു, പക്ഷെ ഉണ്ടായത് ചക്കയാണെങ്കിലോ ഒരു വ്യവസ്ഥയും ഇല്ലെങ്കിലോ നമ്മുടെ ജീവിതം താഴ്ന്നിട്ടൂലേ? തീർച്ചയായും. അപ്പോൾ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ഒരു അതിന്റെ അതിന്റെ സൃഷ്ടിപ്പ് നൽകി. മാത്രമല്ല സുമ്മ ഹദാ, അതിനാവശ്യമായ ഒരു വഴി, ഒരു ജീവിത മാർഗം കാണിച്ചു കൊടുത്തവൻ ആര്? അവനാണ് നിങ്ങളുടെ ഇലാഹ്, അവനാണ് നിങ്ങളുടെ ഇലാഹ്, അവനാണ് നമ്മുടെ റബ്ബ്. ഇവിടെ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ ശേരിതിരിവിന്റെ സർവ്വവിധ വികലവാദങ്ങളെയും പരിചരിക്കുകയാണ്. എല്ലാവിധ അതിർവരമ്പുകളെയും വേലിക്കെട്ടുകളെയും പൊളിച്ചെറിയുകയാണ്. മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ സർവമാന വിശ്വാസ വൈകല്യങ്ങളെയും പൂത്തറിയുകയാണ്. അത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. കാരണം നമ്മുടെ രക്ഷിതാവ്, ആ രക്ഷിതാവെന്ന നിലപാടിലേക്ക് ലോക സമൂഹം കടന്നു വരികയാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും കടന്നു വരികയാണ്. നമ്മുടെ റബ്ബ്, നമ്മെ സൃഷ്ടിച്ച റബ്ബ്, ലോകത്തെ സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ച റബ്ബ്, അവർക്ക് ജീവിത മാർഗം ആ കാണിച്ചു കൊടുത്ത റബ്ബ്. ചിന്തിച്ചു നോക്കൂ. ചെറിയ കട്ടുറുമ്പിനെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ
ആ കത്തറുമ്പിന് ഒരു ജീവിത മാർഗമുണ്ട്. റബ്ബ് സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവമാണ് ഒരു ചിരൽപ്പുറ്റ്. എത്ര നിസ്സാരമാണ്. മനുഷ്യന്റെ കൈയൊന്ന് അമർത്തിയിട്ടൊന്ന് തിരുമിയാൽ ഇല്ലാതായി പോകുന്ന ഒരു ചെറിയ ചിതൽ. ആ ചിതലിന്റെ കുറ്റ്, അതിന്റെ വീട് ഒന്ന് മുറിച്ചു നോക്കിയാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന അധുനാധുനികമായ ഫ്ലാറ്റുകളെക്കാളും ഉന്നതമായ സംവിധാനങ്ങൾ ആ ചിതൽക്കുറ്റിന്റെ ഉള്ളിലുണ്ടത്രേ. കോൺഫറൻസ് ഹാൾ, ചിതലുകൾക്ക് കോൺഫറൻസ് നടത്താനുള്ള കോൺഫറൻസ് ഹാളും ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഗോഡൌണുകളും ഒരു ചിതൽക്കുറ്റിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. വ്യവസ്ഥാപിതമായിട്ടാണ്, ജാമിതീയമായ രൂപത്തിൽ കൂടുണ്ട തേനീച്ച. ലോകത്തിന് അത്ഭുതമാണ്, ശാസ്ത്രത്തിന് അത്ഭുതമാണ്. ജാമിതീയ വ്യവസ്ഥയുടെ സർവ്വവിധ കണക്കുകളെയും സ്വരുക്കൂട്ടിക്കൊണ്ട് അത്ഭുതകരമായി തേൻ കൂടുണ്ടാക്കുന്ന തേനീച്ച ഒരു വലിയ എഞ്ചിനീയറാണ്. ഏത് കോളേജിൽ നിന്നാണ് തേനീച്ച എഞ്ചിനീയറിംഗ് പാസ്സായത്? ഏത് സർട്ടിഫിക്കറ്റാണ് തേനീച്ചക്കുള്ളത്? ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ ജാമിതീയ ആ വ്യവസ്ഥിതി പ്രകാരം, ആ കണക്കുപ്രകാരം കൃത്യമായി കൂട് നിർമ്മിക്കുന്ന, അവിടെ കൊണ്ടുവന്ന് തേൻ ശേഖരിക്കുന്ന ആ തേനീച്ചയ്ക്ക് സൃഷ്ടിപ്പ് നൽകുകയും അതുപോലെ തന്നെ അതിനാവശ്യമായ നിലക്കുള്ള സർവ്വവിധ സംവിധാനങ്ങളെ ഒരുക്കി കൊടുത്ത ഒരു റബ്ബ്, ഒരു ഇലാഹ്. ആർക്കായിട്ട് മനസ്സിലാകാത്തത്? ആർട്ടിക്ടോൺ പക്ഷികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വിമാനയാത്രകൾ നടത്തുന്ന മനുഷ്യർ വെറുതെ എങ്ങനെയെങ്കിലും വിമാനം ഓടിച്ചു പോകാമല്ല. ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുമ്പോ അതിന് സ്കൈ വേകളുണ്ട്, ആകാശ വഴികളുണ്ട്. ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് എളുപ്പമെത്തുവാനുള്ള ആകാശ വഴികൾ, അതല്ലെങ്കിൽ സ്കൈ റൂട്ട്സുകൾ, ആകാശത്തെ വഴികൾ. ആ വഴികളെ സംബന്ധിച്ച് ആധുനിക ലോകം മനസ്സിലാക്കുന്നത് ദേശാടന പക്ഷികളിൽ നിന്നാണ്. ആർട്ടിക് എന്ന രാജ്യത്തിൽ അന്റാർട്ടിക്കിലേക്ക് പോകുന്ന ദേശാടന പക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് വ്യത്യസ്തങ്ങളായ 10,000 കിലോമീറ്ററുകൾ താണ്ടി കടന്നു വരുന്ന ദേശാടന പക്ഷികൾ കണ്ടിട്ടില്ലേ? ഈ ദേശാടന പക്ഷികൾ ഈ വാനലോകത്തോട് പറക്കുമ്പോ വളരെ കൃത്യമായി ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് എത്താനുള്ള ഏറ്റവും ചുരുങ്ങിയ സ്കൈ റൂട്ട്, ആ ആകാശ വഴികൾ കണ്ടെത്തിയിട്ടാണ് പറന്നു വരുന്നത്. അതിനാ വഴി പറഞ്ഞു കൊടുത്തതാരാ? ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാനും അതിങ്ങനെ ഒരു നാട്ടിൽ വന്ന് മുട്ടയിട്ടിട്ട് തള്ളിക്കോഴി പറന്നു ലക്ഷദ്വീപിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ദ്വീപുണ്ട് അവിടെ. ആ ദ്വീപിൽ മുട്ടകൾ മാത്രമാണ്, ധാരാളം മുട്ടകൾ. പല പക്ഷികൾ വന്നിട്ട് വിട്ടുപോയ മുട്ടകൾ. ആ മുട്ട കരിയുമ്പോ തള്ളയുണ്ടാവില്ല. പക്ഷേ ആ മുട്ട വിരിഞ്ഞാൽ ആ പക്ഷികൾ പറന്ന് ആ തള്ളയുടെ സ്ഥാനത്ത്, ആ തള്ള വസിക്കുന്ന സ്ഥലത്തെത്തും. ഇങ്ങനെ ഈ ജീവജാലങ്ങൾക്ക്, പക്ഷാദികൾക്ക് മുഴുവൻ കൃത്യമായ വ്യവസ്ഥ നൽകിയ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ അറിയാനും അവനെ മാത്രം ആരാധിക്കാനും അവനോട് മാത്രം പ്രാർത്ഥിക്കുവാനും ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാർ വളരെ കൃത്യമായ നിർദ്ദേശം നൽകുകയാണ്. ആ റബ്ബിനെ അറിയുക. ഇവരുടെ വഴിയിലൂടെ നമുക്ക് ജയിക്കാൻ വേറെ മാർഗമില്ല. നമ്മുടെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ നമുക്ക് സ്വർഗത്തിൽ ഒരു വഴിയില്ല. ആ റബ്ബിനെ അറിയില്ലാതെ, ആ നാഥനെ അറിയില്ലാതെ, ആ നാഥനെ അറിഞ്ഞവരെ മാത്രം ആരാധിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആദർശം. വേറൊന്നും നമുക്ക് നിർവഹിക്കാനില്ല. ബാക്കിയൊക്കെ പടച്ചറമ്പ് നമുക്ക് തരുന്നതാണ്. ആ ഇടഭാഗത്ത് കൈവച്ചു നോക്കൂ. ആ ഹൃദയം അവിടെ മിടിക്കുന്നുണ്ടാകും. ആ ഹൃദയം അവിടെ മിടിക്കുന്നുണ്ടെങ്കിൽ ആ മിടിപ്പ് അത് നിശ്ചയിക്കുന്നത്, നിർണ്ണയിക്കുന്നത് എത്ര മിടിക്കണം എന്ന് നിശ്ചയിച്ചത് ഇലാഹാണ്. അത് ചോദിച്ചിട്ടോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടോ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിന് മുന്നിൽ പോയി ക്യൂ നിന്നിട്ടോ കിട്ടിയതല്ല. ആ ഹാർട്ട്, ആ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാരാ? പടച്ചറപ്പാണ്. ചെറിയ ഗ്യാസ് ദഹനക്കേട് വരുമ്പോഴാണല്ലോ അല്ലേ? അതുവരെ ചിന്തിച്ചോ? ആ മാനസികാവസ്ഥ സംവിധാനിച്ച ആ റബ്ബ്, നിനക്ക് റബ്ബ് കുടൽ തന്നിട്ടുണ്ടെങ്കിൽ ആ കുടൽ നിറക്കാനുള്ള അന്നം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ ഈമാൻ, അതാ വിശ്വാസം. വെറുതെ തന്നല്ലത്. നിനക്ക് ആമാശി